ഹലോ, വെൽക്കം ടു മറിയംസ് വ്ലോഗ്. എല്ലാവർക്കും മറിയംസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ചോറിനും ഒക്കെ പറ്റിയ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയാണ്. ഇച്ചിരി ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 3-4 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടത് ചൂടാക്കി എടുക്കണം. അടി കരിയാതെ ശ്രദ്ധിക്കണം, സിമ്മിലിട്ടിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ അത് ബ്രൗണിഷ് കളറായി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലേക്ക് ഇച്ചിരി പെരിഞ്ജീരകം, അതുപോലെ ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലക്ക എന്നിവ നന്നായി ചൂടാക്കിയത് പൊടിച്ച് മാറ്റി വയ്ക്കുക. ഒരു കുക്കർ വെച്ച് ചൂടാക്കിയിട്ട് നന്നായി ചൂടാകുമ്പോഴത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു മീഡിയം സൈസുള്ളൊരു 3 വലിയുള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നത് വഴന്ന് കിട്ടും. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട്, ചൂടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടത് ഇളക്കി നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 2 കൈപ്പിടിയോളം ചിക്കൻ ചേർക്കുക. ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക. ഏതാണ്ട് 1 കപ്പോളം വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ നേരത്തെ ചൂടാക്കി വെച്ചത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് ഒരിച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം എല്ലാവർക്കും ചേർക്കാവുന്നതാണ്. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് അത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. 3 വിസിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മൾ 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. നോക്കിയേ, നന്നായിട്ടില്ലേ? കാണാൻ തന്നെ നന്നായിട്ടില്ലേ? പൂരിക്ക്, ദോശക്ക്, ചോറിനും നല്ല ടേസ്റ്റാണ്.